അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച മനുഷ്യരായ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തിന്മകളും തെറ്റുകളും ചെയ്യാനാണ്. നന്മകൾ ചെയ്യാൻ നമ്മളുടെ മനസ്സ് പലപ്പോഴും നമ്മളെ സഹായിക്കാറില്ല. ശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒമാ ഉബദിയു നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യന്റെ മനസ്സ് നിരന്തരമായി തിന്മകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യനോട് കൽപ്പിക്കും. നിരന്തരമായി ഒരുപാട് തിന്മകൾ, അത് വ്യത്യസ്തങ്ങളാണ് പലരുടെയും. എന്നാൽ എത്ര തെറ്റുകൾ വന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. നബിയെ, താങ്കൾ എന്റെ അടിമകളോട്, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, തൗഹീദിൽ പിഴവ് വരാത്ത എന്റെ അടിമകളോട് പറയണം, എന്ത്? നിങ്ങൾ അള്ളാന്റെ കാരുണ്യത്തിൽ നിരാശ നിങ്ങൾക്കുണ്ടാകരുത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാന്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് നിരാശ ബാധിക്കരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅൻ. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അതുകൊണ്ട് എന്നാൽ പരലോകത്ത് വെച്ച് കോടാനുകോടി ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് അള്ളാഹു നയിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ അള്ളാഹു മാപ്പ് നൽകി സ്വർഗത്തിൽ കയറ്റാത്ത കുറച്ചാളുകളും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു മാപ്പും നൽകാത്ത അത്തരം ആളുകളെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അതില് ഒരു വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 77-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്ന നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന യശ്തറൂന ബി അഹദില്ലാ. അള്ളാഹുമായി നടത്തിയ കരാറുകളെ വിൽക്കുന്നവർ, വൈമാനിഹിം, റബ്ബുമായി നടത്തിയ ശപഥങ്ങളെയും, അള്ളാഹുമായി നടത്തിയ കരാറുകളെയും ശപഥങ്ങളെയും വിൽക്കുക. സ്വമൻ കലീല, സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ വിലക്ക്, ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുമായി നടത്തിയ കരാറുകളെ ലംഘിക്കുന്നവർ. ഉലായിക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ. അവർക്ക് പരലോകത്ത് ഭാഗ്യത്തിന്റെ ഓരോ ഓഹരി ഉണ്ടാവില്ല. അങ്ങനെ അള്ളാഹുമായി നടത്തിയ കരാറുകളും ശപഥങ്ങളും. 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? അള്ളാഹിനോട് കരാറ് നടത്തുന്നുണ്ട്. എന്താ കരാറ്? പടച്ചോനെ, ഇന്ന സലാത്തി, എന്റെ നിസ്കാരം, ഓ നുസുക്കി, എന്റെ ത്യാഗം, ഓ മഹിയായ, എന്റെ ജീവിതം, ഓ മമാത്തി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അതാണ് നമ്മളുടെ ശബ്ദവും കരാറ്. നമ്മൾ ലംഘിക്കുക. നമ്മളുടെ ജീവിതം നമ്മൾ അള്ളാഹു കൊടുത്തില്ല. നമ്മളുടെ മരണം അള്ളാഹിന്റെ മാർഗത്തിലല്ല. നമ്മൾ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി ഓടിക്കിരച്ച് അവസാനം മരിക്കുകയാണ്. അല്ലാണ്ട് അള്ളാഹിന്റെ മാർഗത്തിലൊന്നല്ല. പറയുന്നതോ 5 നേരത്തെ നിസ്കാരത്തിലും അള്ളാഹിനോട് കളവ് പറയാണ്. എന്റെ ജീവിതം, എന്റെ ത്യാഗം, എന്റെ ബലികർമ്മം, എന്റെ മരണം എല്ലാം അള്ളാഹുവെ നിനക്കാണ്. ഈ കരാറുകളെ ലംഘിക്കുന്നവർക്ക് ഉലായിക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ. അവർക്ക് പരലോകത്ത് ഭാഗ്യത്തിന്റെ ഒരു ഓഹരിയുമില്ല. ഇനി അതിന്റെ ബാക്കിയാണ് തുടർന്ന് കേൾക്കേണ്ടത്. വലാ യുകല്ലിമുഹുമുല്ലാ. അള്ളാഹു കാരുണ്യത്തോടുകൂടി ഈ വ്യക്തികളോട് സംസാരിക്കൂല. അള്ളാഹ് സംസാരിക്കൂല. അള്ളാഹു ആരോടും സംസാരിക്കൂല അല്ല, എല്ലാവരോടും അള്ളാഹു സംസാരിക്കും. മുഅ്മിനുകളായ ആളുകളോട് അള്ളാഹു സംസാരിക്കും. പക്ഷേ അള്ളാഹുവുമായി നടത്തിയ കരാറുകളും ശപഥങ്ങളും ലംഘിച്ച ആളുകളോട് അള്ളാഹു സംസാരിക്കൂല. വലാ യുകല്ലിമുല്ല വലാ യൻദുറു ഇലൈഹിം. അവരെ നേരെ കാരുണ്യത്തോടുകൂടി നോക്കൂല. സാധാരണ ഉണ്ടല്ലോ, നമ്മൾക്കിപ്പോ ഒരാള് ഒരു കാരുണ്യത്തോടുകൂടി നോക്കേണ്ട ഘട്ടം, നരകത്തിലേക്ക് പോകാൻ നേരത്ത് ആലോചിച്ച് നോക്കുകള്. റബ്ബ് കാരുണ്യത്തോടുകൂടി നോക്കൂല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം. അവർക്ക് അല്ലാഹു മാപ്പ് നൽകി അവരെ സംസ്കരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. അവർക്ക് മാപ്പ് നൽകിയിട്ട് സംസ്കരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ഇപ്പൊ എത്ര കാര്യങ്ങളാ പറഞ്ഞ് സൂറത്ത് ആലി ഇംറാനിലെ 77-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് നോക്കാം.
എന്തൊക്കെയാ പറഞ്ഞത് അല്ലേ? ഇന്നല്ലദീന യഷ്തറൂന ബി അഹദില്ല, അള്ളാഹുമായി നടത്തിയ കരാറ്. പിന്നെ വൈമാനിയും അള്ളാഹുമായി നടത്തിയ ശപഥങ്ങൾ, അള്ളാഹിന്റെ പേരിലൊക്കെ നടത്തുമല്ലോ നമ്മൾ പല ശപഥങ്ങളും സത്യങ്ങളും, അതൊക്കെ വിറ്റുകളയാ യാതൊരു നിലവാരവുമില്ലാതെ. സമൻ കലീലൻ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. അള്ളാഹിനോട് നടത്തിയ കരാറൊക്കെ നമ്മളുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യം. നമ്മളെ ജീവിതമൊന്നും അള്ളാഹ്ക്കല്ല, പക്ഷെ നമ്മൾ പറയലെന്താ അള്ളാഹ്ക്കാണ് അല്ലേ? അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഉലായിക്കല ഖലാഖലഹും ഫില്ലാഖിറ, പരലോകത്ത് യാതൊരു ഭാഗ്യത്തിന്റെ ഓഹരിയുമില്ലാത്തവരാണ്. വലാ യുക്കല്ലിമുഹുമുള്ള, അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല. വലാ യൻദുറു ഇലൈഹിം, അവരല്ലാഹു കാരുണ്യത്തോടെ നോക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഖാലല്ലാ, ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ള പറയാണ്, സലാസത്തുൻ, 3 വിഭാഗം ആളുകളുമായി അന ഹസ്മുഹും, അള്ളാഹ് അവരോട് ശത്രുവാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ ഈ 3 വിഭാഗം ആളുകളുടെ അള്ളാഹു ശത്രുവാണ്, ഹസ്മാണ്. എന്താ ഹസ്മുഹും യൗമൽ ഖിയാമ? എന്താ കാരണം? റജുലുൻ, ഒരാൾ, ആരാ? അഴ്ത്ത ബി സുമ്മ ഖദർ, അഴ്ത്ത ബി സുമ്മ ഖദർ, എന്റെ പേരിൽ കരാർ ചെയ്തു, പിന്നെ ആ കരാർ ലംഘിച്ചു. അങ്ങനെ അത്തരം ആളുകളോട് അള്ളാഹു ശത്രുവാണ് പരലോകത്ത്. അള്ളാഹു പരലോകത്ത് ശത്രു നിങ്ങൾ ആലോചിക്കും, ആരല്ല. അപ്പൊ കരാറൊക്കെ നടത്തുമ്പോൾ ആലോചിക്കുക, നടത്തണോ വേണ്ടേ കേട്ടോ. അതുകൊണ്ടാണ് പലപ്പോഴും ദുആഉൽ ഇഫ്തിതാഹായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് ഇങ്ങനെ നിരന്തരമായി അള്ളാഹുവിനോട് കരാർ ചെയ്യുക. എന്റെ നിസ്കാരം, എന്റെ ത്യാഗം, എന്റെ ജീവിതം, എന്റെ മരണം അള്ളാഹ്ക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അള്ളാഹു പഠിപ്പിച്ചൊരു പ്രാർത്ഥന, നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യല്? ഈ ഇതിന് പകരം ഏതാ പ്രാർത്ഥിക്കല്? പ്രാർത്ഥിക്കാം നമുക്ക് എന്ത്? അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു എന്റെ പാപങ്ങളെ ഉദയാസ്തമനങ്ങൾ തമ്മിലുള്ള അകലം പോലെ അകറ്റിത്തരുന്ന പ്രശ്നം. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അത്ര അകറ്റിത്തരണം. ആ പ്രാർത്ഥന നിർവഹിക്കാൻ നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ വാഗ്ദാനം ചെയ്യണ്ട. ഏത്? എന്റെ നിസ്കാരം, എന്റെ ത്യാഗം, എന്റെ ജീവിതം, എന്റെ മരണം, ഇതൊക്കെ അല്ലാഹ്ക്കാണ്. കള്ളത്തരം പറയണ്ട, കൈ കെട്ടി ഉടനെ. 90% ആളുകളും വെറുതെ പറയാതൊക്കെ. അത് മാത്രമല്ല, അവർക്ക് അതിന്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചു വിടുന്നത് കേട്ടോ. അപ്പോ അള്ളാഹുമായി കരാറ് നടത്തിയ അവരോട് അള്ളാഹു ശത്രുവാണ്. നാളെ പരലോകത്തൊരു ശത്രു ഉണ്ടാകും, അതും അല്ല. നാളെ പരലോകത്തൊരു ശത്രു, അതല്ല. എന്നിട്ട് റസൂലുള്ള പറയാം, റജുലുൻ അൽത്താബി സുമ്മ ഖദർ. രണ്ടാമത്തെ ആളാരാ അറിയോ? ഒരു റജുലുൻ, വേറൊരു മനുഷ്യൻ, ഇസ്തഅജറ അജീറൻ, അയാൾ കുറെ ആളുകളെ കൂലിക്ക് വെച്ചു, ശമ്പളത്തിന് വെച്ചു. കമ്പനിയിലോ വീടുകളിലോ ഒക്കെ ജോലിക്ക് നിർത്തി. ഇസ്തഅജറ അജീറൻ. എന്നിട്ടോ ഫസ്തൗഫ മിൻഹു, അദ്ദേഹം ആ ജോലി സമ്പൂർണമായി ചെയ്തു ആ മനുഷ്യൻ. എന്നിട്ട് വലം യൂത്തി അജ്റഹു, അദ്ദേഹത്തിന്റെ കൂലി പൂർത്തീകരിച്ചു കൊടുത്തില്ല. ഓനോടും അള്ളാഹു നോക്കൂല, അള്ളാഹു അവന്റെ നേരെ കാരുണ്യത്തോടെ ശ്രദ്ധിക്കൂല, അവനുമായി സംസാരിക്കൂല. അള്ളാഹു അവന്റെ ശത്രുവാണ്. നമ്മളൊക്കെ ആർക്കെങ്കിലും കൂലി കൊടുക്കാണ്ട് ബമ്പത്തിളക്കി വിട്ടാൽ നമ്മളെന്താ പറയാ? നിങ്ങളൊരു പോക്കിരിയ, പക്ഷെ നിങ്ങളെ പോക്കിരി അവിടെ കാത്തിക്കുന്നുണ്ട്, നിങ്ങളെ മയ്യത്തായിട്ട് വരെ കേട്ടോ, മറക്കണ്ട. ഈ പാവപ്പെട്ട ആളുകളെ കൊണ്ട് റസൂൽ എന്താ പറഞ്ഞത്? ജോലി ചെയ്യിപ്പിച്ചാൽ ആ ജോലി ചെയ്ത ആളുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിങ്ങൾ കൂലി കൊടുത്തോളൂ. അൽത്തുഹു അജ്റഹു ഖബല യഗ്ഫറ ഉറക്കഹു, അദ്ദേഹത്തിന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുത്തോളണം. അതാണ് ഇസ്ലാമിലെ നിയമം. കൊടുക്കാണ്ട് നിൽക്കൽ അള്ളാഹു നാളെ പരലോകത്ത് ശത്രുവോ കേട്ടോ. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ, പരലോകത്ത് അള്ളാഹു സംസാരിക്കാത്ത, പരലോകത്ത് അള്ളാഹു കാരുണ്യത്തോടെ നോക്കാത്ത, അള്ളാഹു മാപ്പ് നൽകി സ്വർഗ്ഗത്ത് കൊണ്ടുപോകാത്ത ചില ആളുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അള്ളാഹു അത്തരം ആളുകളിൽ നിന്നൊക്കെ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാനേ കഴിയും. റബ്ബ് പ്രാർത്ഥന കേട്ടാൽ ഭാഗ്യവാന്മാർ, കേട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ശത്രുവാകും. അള്ളാഹു മാപ്പും തരില്ല. ഇതൊക്കെ പറയുമ്പോൾ വേദന ഉണ്ട്, സങ്കടമുണ്ട്. കാരണം പറയാതിരിക്കാനും വയ്യ. നിങ്ങളത് അറിയിക്കാണ്ടെന്നാലോ അതിലും വലിയ അപകടമാണ്. ഈ സത്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചിട്ട് നിങ്ങളോട് ഇതൊന്നും പറയാണ്ടെന്നാലോ
അതും കുടുങ്ങും. കേട്ടോളൂ ഖുർആൻ പറയുന്നത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അള്ളാഹു വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. പണ്ഡിതനാവാം, നിങ്ങളാവാം. പണ്ഡിതന്മാരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വലിയ വലിയ പണക്കാരും പ്രഭുക്കളും നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ചോദ്യം ചോദിച്ചാൽ അവിടെ ബെബ്ബ കളിക്കും. തുറന്നു പറയാൻ കഴിയില്ല, നട്ടലിനോടുകൂടി സംസാരിക്കാൻ കഴിയില്ല. അത്തരം ആളുകളോട് ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അള്ളാഹു വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ച സത്യങ്ങൾ മറച്ചുവെക്കുക. എന്തിന്? വയസ്തറൂന ബിഹി സമനം കലീല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഞാനിതൊക്കെ തുറന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ എന്താവും? കുറെ ആളുകളെങ്കിലും എന്നെ സ്നേഹിക്കുന്നത് കുറയും, സ്നേഹം കുറയും എന്നോടുള്ള, അല്ലേ? ഏറ്റവും ചുരുക്കം ചിലവർ വെറുക്കും ചെയ്യും. ഇയാളെല്ലാ വെള്ളിയാഴ്ചയും നമ്മളങ്ങനെ പൊരിക്കുക വെച്ചിട്ട്, അല്ലേ എന്ന് തോന്നും. അപ്പോ ചിലവരെന്ത് പറയും, ഞാൻ അങ്ങോട്ടില്ല ജുമാക്ക്, കാരണം എനിക്ക് കേട്ടൂടാ. സത്യം കേട്ടിട്ട് എന്റെ തല പൊളിഞ്ഞു പോവുക, അത്രമാത്രം സങ്കടം വരുന്നുണ്ട് ഇയാളെ വർത്താനം കേട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ശത്രുവാകും. പക്ഷെ വിരോധമല്ല. നിങ്ങൾ കേട്ടു നോക്കി, അള്ളാഹ് പറയുന്നത്, ഇന്നല്ലദീന യസ്തറൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, അള്ളാഹു അവതരിപ്പിച്ച ആശയങ്ങളെയും ആദർശങ്ങളെയും മറച്ചു വെക്കുക. എന്തിന്? വയസ്തറൂന ബിഹി സമനം കലീല, തുച്ഛമായ ലാഭത്തിനു വേണ്ടി. ഉലായിക മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അത്തരം ആളുകൾ അള്ളാഹുവിന്റെ ദീന് വിറ്റ് അവരുടെ വയറ് നിറയ്ക്കുകയാണ്. അവര് പലപ്പോഴും അസത്യങ്ങൾ പറയുകയാണ്. അസത്യങ്ങൾ പറഞ്ഞ് പുരോഹിതനായി ചമഞ്ഞ് സമൂഹത്തിൽ നിന്ന് ഒരുപാട് സമ്പത്ത് വാരിക്കോരി നേടി. എന്നാൽ ആ നേടിയ സമ്പത്തിനെ പറ്റി അല്ലാഹ് പറഞ്ഞത്, ഉലായിക മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവർ അവരുടെ വയറുകളിൽ കുത്തി നിറക്കുന്നത് സമ്പത്തല്ല, നരകാഗ്നിയാണ്. ഇതൊക്കെ ഒരു പണ്ഡിതനോ കേൾക്കുമ്പോ, ഈ ആയത്തൊക്കെ കേൾക്കുമ്പോ എന്തുണ്ടാവും? മാറ്റം വരണ്ടേ? ഏത് പണ്ഡിതനും. നേരെ മറിച്ച് മരണം സമയം അടുത്തിട്ട് പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ് ഭൂമുഖത്തുള്ളത്. അത്ഭുത. സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ അയലക്കാടൊറ്റ കൊണ്ടുപോയി അവിടുന്ന് ജാറത്തിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത കഥയാണ് മരിക്കാൻ നേരത്തെ ആ മനുഷ്യൻ പറയുന്നത്. ആളെയൊന്നും ഞാൻ പറയുന്നില്ല. വല്ലാത്ത അത്ഭുതം അല്ലേ? ഓരോ സൂറത്തുൽ ബക്കറയിലെ ഈ ആയത്തോതി ഉണ്ടാവുമല്ലോ, അല്ലെ? 174 ആയത്ത് ഉണ്ടാ, ഉലായിക മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, അവരുടെ നരകത്തിൽ വയറ്റിലേക്ക് കുത്തി നടക്കുന്ന നരകത്തിലെ തീയാണ്. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് സംസാരിക്കൂല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലാ യുസക്കീഹിം, അവർക്ക് മാപ്പ് നൽകി അല്ലാഹു അവരെ സംസ്കരിച്ച് സ്വർഗ്ഗത്ത് കൊണ്ടുപോകില്ല. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അത്ഭുതല്ലേ? സങ്കടല്ലേ? ചിന്താർഹല്ലേ? അള്ളാഹിന്റെ ദീനിനെ പറ്റി സംസാരിക്കുമ്പോൾ ആലോചിക്കണം. ചിലരൊക്കെ അത്യാവശ്യം നാവുണ്ടായാൽ അടിച്ചു കലക്കും. അള്ളാഹിന്റെ ദീനിലുള്ളതാണോ ഖുർആനിലുള്ളതാണെന്നോ അറിയില്ല. എന്റെ അഭിപ്രായത്തിൽ നിന്ന് പറഞ്ഞോട് പറയും, അല്ലേ? പല കാര്യങ്ങളിലും സ്വന്തം അഭിപ്രായം പറയാൻ, ഇത് അള്ളാഹിന്റെ ദീനാ, നമ്മൾ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല, പേടിക്കണം കേട്ടോ. അപ്പോ മറച്ചു വെക്കാൻ പാടില്ല. മനസ്സിലാക്കിയ സത്യം മറച്ചു വെക്കും. എന്തുകൊണ്ടാ നമ്മൾ മറച്ചേക്കാൻ കാരണം? പലരുടെയും സ്നേഹം കുറയും, പല കുടുംബ ബന്ധങ്ങളും മുറിഞ്ഞു പോകും, സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം മൗനം, അല്ലേ? അല്ലേ? മൗനം വേണം. എന്തിന്? ആവശ്യമുള്ളിടത്ത്. അമിതമായ സംസാരം നടത്തുന്ന ആളുകൾ, അമിതമായി സംസാരിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലാ സെർസാറു എന്നാവല പറഞ്ഞ്, സെർസാറുകൾ നരകത്തിലാ. അമിതമായി സംസാരിക്കുക പാടില്ല. അള്ളാഹിന്റെ റസൂൽ ശപിച്ച വിഭാഗം. ആവശ്യത്തിനും ആവശ്യമില്ലാണ്ടെയും വെറുതെ ഇരുന്ന ചറ പറ വർത്താനം പറയാം പാടില്ല. ഒരു മുഅ്മിന് അത് പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ സൂറത്ത് ആലി ഇംറാനിലെ ഈ ആയത്ത് അവതരിക്കേണ്ട ഒരു കാരണം കൂടി പറയാം, കേട്ടുള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തേലും നമ്മൾ ആയത്തൊന്നിന്റെ അർത്ഥം കൂടി കേൾക്കാം. ഇന്നല്ലദീന യസ്തറൂന ബിഅഹദില്ല, അള്ളാഹുമായി നടത്തുന്ന കരാറുകൾ വിറ്റുകളയുക, വൈമാനിയും അവരുമായുള്ള ശപഥങ്ങളും, അവരുമായി നടത്തുന്ന ശപഥങ്ങളും. എന്തിന്? സമനം കലീല, തുച്ഛമായ വിലക്ക്, എന്നാൽ ഭൗതിക താല്പര്യത്തിൽ. ഉലായിക ലാ ഖലാഖ ലഹും, അവർക്ക് ഭാഗ്യത്തിന്റെ ഓഹരിയില്ല ഫിൽ ആഖിറത്തി, പരലോകത്ത്.
വലാ യുകല്ലിമുഹുമുല്ലാ അള്ളാഹു അവരോട് സംസാരിക്കൂല, വലാ യൻളുറു ഇലൈഹിം അവരോട് അള്ളാഹു നോക്കൂല യൗമൽ ഖിയാമത്ത് നാളിൽ, വലാ യുസക്കിഹിം അവരെ അള്ളാഹു മാപ്പ് കൊടുത്ത് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകില്ല, വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നമുക്കൊന്ന് കേൾക്കാം. അഷ്ഹസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു സഹാബി, അഷ്ഹസ് ഇബ്നു ഖൈസ്, അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി ജൂതനാണ്. ഒരു ജൂതന്റെ അയൽവാസിയായിട്ടാണ് അഷ്ഹസ് ഇബ്നു ഖൈസ് താമസിക്കുന്നത്. അപ്പോ ഇവർ രണ്ടുപേരുടെയും സ്ഥലത്ത്, സാധാരണ നാട്ടിലൊക്കെ നടക്കുന്നതാണല്ലോ, സ്ഥലത്തിന്റെ പേരിൽ തർക്കായി. ഇത് കുറഞ്ഞ സ്ഥലം സഹാബിന്റേതാണ്, സഹാബി പറയുന്ന ജൂതൻ പറഞ്ഞ ജൂതന്റേതാണ്, അതാണ് തർക്കം. ഇവിടെ ഇപ്പം എല്ലായിടത്തും ഉണ്ടാകണമല്ലോ. ചിലരൊക്കെ സുബൈ സ്കെച്ച് ഓന്റെ മറ്റവന്റെ പറമ്പ് ഇതാക്കും. സുബൈ സ്കെച്ചിൽ കൈക്കോട്ടിട്ട് ഇറങ്ങി കുറെ ഒരാഴ്ച മൂപ്പര് കൈക്കോട്ടോട്ട് കൊത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തുണ്ടായിരുന്ന ലാവ് ഇപ്പുറത്താവും. ഓന്റെ സുബി അതാ അല്ലേ, ഉണ്ടായില്ലേ പലപ്പോഴും. എന്നിട്ട് അവസാനം നിങ്ങൾ തമ്മിൽ തർക്കം, അടിപിടി. പക്ഷെ അന്ന് ഖാദിയര് ഇത് തീർപ്പ് ഏൽപ്പിക്കേണ്ട ഖാദിയർ റസൂലുള്ളാഹി. നമുക്ക് നോക്കാം. അഷ്ഹബിന് ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന ബൈനി വ ബൈന റജുലിൻ മിനൽ യഹൂദ് അർളുൻ, എന്റെയും എന്റെ അയൽവാസിയായ ജൂതന്റെയും ഇടയിൽ ഒരു ഭൂമി തർക്കമുണ്ടായിരുന്നു. ഫജഹദനി അദ്ദേഹം ഞാനുമായി തർക്കിച്ചു. ആര്? ജൂതൻ മുസ്ലിമായ സഹാബിയുമായി തർക്കിച്ചു. ഫഖദ്ദംതു ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ഇലൻ നബി ഇസ്ലാം, നബിയുടെ അടുത്തേക്ക്. നമുക്ക് തർക്കം നബിയുടെ അടുത്ത് പോയി പറയാം. അങ്ങനെ ജൂതൻ നബിയുടെ അടുത്ത് വന്നു. ഖദ്ദംതു ഇലൻ നബി ഇസ്ലാം ഫഖാലലി, അപ്പൊ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു. ആരോട്? സഹാബിയോട്. ഹൽ ലക ബയ്യിന, നിന്റേതാണ് സ്ഥലം എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? അപ്പൊ ആദ്യം തെളിവാ ഉണ്ടാക്കട്ടെ അല്ലേ, അതാണല്ലോ നമ്മുടെ ഡോക്യുമെന്റ് അല്ലേ. ഡോക്യുമെന്റ് വേണം. ഡോക്യുമെന്റ് ഇല്ലാണ്ട് നിന്റേതാ സ്ഥലം എന്ന് പറഞ്ഞാൽ അനുവദിക്കാൻ പറ്റില്ല. അപ്പൊ ഫഖാല, അപ്പൊ സഹാബി പറഞ്ഞില്ല, റസൂൽ എന്റെ കയ്യിൽ പ്രമാണമൊന്നുമില്ല, തെളിവൊന്നുമില്ല. അതുകൊണ്ടാണുള്ളത് എന്ത് ഇടപാട് നടത്തേണ്ടത് എന്ത് വേണം? ഫക്തുബുഹു, എഴുതി വെക്കണം. എഴുതി വെക്കാത്ത ഒരു ഇടപാട് മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ എഴുതി വെക്കാത്തൊരു കടവുമായി നിങ്ങൾ മരിച്ചതിന്റെ ശേഷം ഒരാൾ വന്നു, എന്റെ ബാപ്പ എനിക്ക് ഇത്ര തരാണ്ട്, കൊടുക്കേണ്ട ബാധ്യതയില്ല, എഴുതി വെക്കണം. ഏത്? ഇതാ തദായൻതും ബിദൈൻ, ഒരു കടം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഫക്തുബുഹു, അത് എഴുതി വെക്കണം. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ എഴുതാൻ അറിഞ്ഞോലെ കൊണ്ട് എഴുതിക്കണം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ കേട്ടോ. ആയത്തുദ്ദൈൻ എന്നൊരു ആയത്തിനുണ്ട് ഖുർആനിൽ, അൽ ബഖറയിൽ അല്ലെ, ഏറ്റവും ദീർഘമായ ആയത്താണ്. അപ്പോ ഇദ്ദേഹം പ്രമാണമൊന്നുമില്ല, സ്ഥലം സഹാബിന്റെതാണ് തെളിയിക്കാൻ എന്തില്ല, പ്രമാണമില്ല. ഫഖാല ലിൽ യഹൂദ്, അപ്പൊ റസൂലുള്ളാഹി യഹൂദിയോട് പറഞ്ഞു, ഇഹ്ലിഫ്, നീ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണം, എന്റേതാണ് ഈ സ്ഥലം, എന്റേതാണെന്ന് നീ സത്യം ചെയ്യണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത് കേട്ടപ്പോൾ സഹാബി പറഞ്ഞു, ഇതൻ എങ്കിൽ യഹ്ലിഫു ഫീഹി, ജൂതനാണ്, അവൻ സത്യം ചെയ്യും. ഓനക്ക് അള്ളാഹിനെ പേടിയൊന്നുമില്ല, ഒപ്പം സത്യം ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ഫയദ്ഹബു ബി മാലി, അപ്പൊ എന്റെ മുതല് പോവും. റസൂലെ ഓപ്പം സത്യം ചെയ്യും. ഓനൊരു പേടിയില്ലാത്തവനാ. നിങ്ങൾ ഓനെ കൊണ്ട് സത്യം ചെയ്യിച്ചാൽ എന്റെ മുതല് പോവും. റസൂലുള്ളാഹി പറഞ്ഞു പോയിക്കോട്ടെ, ഒരു വിരോധമില്ല. ഓ സത്യം ചെയ്തതല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? ഫഅൻസലല്ലാഹ്, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഏതായത്ത്? അള്ളാഹുവിന്റെ കരാറുകളെയും അള്ളാഹുവിന്റെ ശപഥങ്ങളെയും ലംഘിക്കുന്നവർ അവര് ആരാണ്? ഉലായിക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് പരലോകത്ത് ഭാഗ്യത്തിന്റെ ഓഹരിയില്ല, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തോടെ നോക്കുകയില്ല, അവരെ അള്ളാഹു പുറത്തു കൊടുക്കൂല. ഇത് പുറത്തു കൊടുത്തിട്ട് സ്വർഗ്ഗത്തിലാക്കൂല. പുറത്തു കൊടുക്കാത്ത ആളുകൾ കുറവായിരിക്കും, അത്രമാത്രം അള്ളാഹു പുറത്തു കൊടുക്കും. ആ വിഭാഗത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ഈ ആയത്തിറങ്ങാണ്ടായ കാരണം സൂറത്ത് ആൽ ഇംറാനിലെ 77-ാമത്തെ ആയത്ത് ഇറങ്ങാണ്ടായ കാരണം ഇപ്പൊ പറഞ്ഞു കേട്ടോ. അപ്പൊ ഭൂമി തർക്കത്തിലൊക്കെ ഇടപെടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ കളവ് പറഞ്ഞും മൻ അഖദ മിനൽ അർളി ശിബ്റൻ ബിഗൈരി ഹഖി ഖുസിഫ ലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർളി, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞ് അന്യായമായി മറ്റുള്ളവരുടെ ഒരു ചാൺ ഭൂമി പിടിച്ചെടുത്താൽ ഖുസിഫ ലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർളി, അവനെ നാളെ നരകത്തിന്റെ 7 തട്ടിന്റെ അടിയിലേക്ക് അള്ളാഹു താത്തിക്കളി. നമുക്ക് ഭൂമിയിട്ട് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല, ഉണ്ടോ? ഇല്ല. ആർക്കു വേണ്ടിയായി തർക്കമൊക്കെ ഉണ്ടാക്കി പിടിച്ചു പറിച്ചത്? ഭൂമിയൊക്കെ മക്കൾക്ക് വേണ്ടി. ആ മക്കൾ നിങ്ങളെ കബറിൽ വന്നിട്ട് ദുആ ചെയ്യാൻ പോലും ഉണ്ടാവില്ല, നിങ്ങൾ തയ്യാറാണ്ട. അങ്ങനത്തെ മക്കളൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊക്കെ വൈബ് മക്കളാ.
വൈബ് മക്കൾക്ക് കബറൊന്നും കാണേണ്ട ആവശ്യമില്ല. ഓൽക്ക് സ്കൂട്ടർ പൊന്തിക്കണ പണിയാ. ബുള്ളറ്റ് പൊന്തിക്കുക, അതിമന്ന് വീഴുക, എന്നിട്ട് വാപ്പന്റെ പൈസ ചെലവാക്കുക. അജാതി മക്കളാ. അതൊക്കെ വലിയെന്തോ ഹീറോയിസാന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഏതായിരുന്നാലും എല്ലാം അവസാനിപ്പിക്കുന്ന, ആരോഗ്യമെല്ലാം തീരുന്ന ഒരു സമയമുണ്ടെന്ന് ഏത് യുവതി യുവാക്കളും ഓർക്കണം കേട്ടോ. നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നോക്കാത്ത, കടാക്ഷിക്കാത്ത, അള്ളാഹു കാരുണ്യം കൊടുക്കാത്ത, അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗത്ത് കൊണ്ടുപോകാത്ത ആളുകൾ ആരൊക്കെയാണ് റസൂൽ ഒന്നുകൂടി വിശദീകരിക്കുക. സലാസത്തുൻ ലാ യുകല്ലിമു അല്ലാഹു യൗമൽ ഖിയാമ വലാ യൻളുറു ഇലൈഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകൾ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അതാരാ? ഒന്ന് ഷെയ്ഖുൻ സാൻ, വൃദ്ധനായ വ്യഭിചാരി. വ്യഭിചരിക്കേണ്ട ഒരാവശ്യമില്ലാത്ത കാലം. അത് വ്യഭിചാരം പലപ്പോഴും യൗവനത്തിന്റെ തീഷ്ണതയിൽ തെറ്റുകൾ പറ്റിപ്പോകാം. പക്ഷേ ഒരു കാരണവശാലും വ്യഭിചരിക്കേണ്ട ആവശ്യമില്ലാത്ത വ്യഭിചരിക്കുന്ന വൃദ്ധൻ ആള്, ആണും പെണ്ണും, അവരെ അള്ളാഹു പുറത്തു കൊടുത്ത് മാപ്പാക്കൂല. രണ്ടാമത്തത് മലിക്കുൻ കദാബ്, കളവ് പറയുന്ന ഭരണാധികാരി. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കളവ് പറയുന്ന നേതാക്കന്മാരും ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എത്ര ഉണ്ട് അല്ലേ? ഓരോ ഓഫീസുകളിലും കളവ് പറയുന്ന ഉദ്യോഗസ്ഥന്മാരാ. പിന്നെ അടുത്തത് ആയിലുൻ മുസ്തക്ബിർ, അഹങ്കാരമുള്ള ദരിദ്രൻ. ആയില് സാധാരണ അഹങ്കാരം കുറച്ച് പൈസ ഉണ്ടായ ആളുകൾക്ക് വരും, കുറച്ചൊക്കെ വരും. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ശരിയാണ്. നിങ്ങളൊരു സമ്പന്നോട് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് കുറച്ചെങ്കിലും അഹങ്കാരം ഇല്ല, ഓൻ ഇല്ല എന്ന് പറയണ്ടേ കളവാ. ഒരല്പ അഹങ്കാരം അവനക്ക് ഇല്ലാണ്ടാക്കില്ല. ഞാനെന്ന ഭാവം ഉണ്ടാവില്ലേ? അനാനിയത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവും. കാരണം എന്താ? പണക്കാരനാണ്, ഓൻ ഒരുപാട് പണിക്കാരുണ്ട്, ഓലൊക്കെ ബോസാണ്. അതിൻ്റെതായ ഒരു അഹങ്കാരം അവനക്ക് ഉണ്ടാവും. ഓന്റെ ഡ്രസ്സിന്മേൽ, ഓന്റെ ഷൂസിന്റെ മുകളിൽ, ഓന്റെ വാച്ചുമേൽ, ഓന്റെ വാഹനത്തിമേൽ, ഓന്റെ വീടുമേലൊക്കെ അഹങ്കാരം ഉണ്ടാവും. പക്ഷേ ഒരു നിലക്കും ഒരു അഹങ്കാരത്തിനും അവകാശം ഇല്ലാത്ത ആളാണ് ഒരു ദരിദ്രനായ അഹങ്കാരി. ഓനോട് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഏത്? ചില ആളുകൾ ഭയങ്കര ദരിദ്രനായിരിക്കുന്നു, അഹങ്കാരത്തിനൊട്ടും കുറവുണ്ടാവില്ല. ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഇല്ല. ചിലപ്പം നിങ്ങൾ കമ്പനിയിലോ ഷോപ്പിലോ ഒക്കെ ഉള്ള പണിക്കാരനായിരിക്കും, ഒരു കഴിവുണ്ടാവില്ല, പക്ഷെ മോലാളിനേക്കാളും പമ്പത്തരാ. അയാൾക്ക് പേടിയാ ഈ പണിക്കാരനെ, എന്തും പറയും. നിങ്ങൾ കുറെ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടില്ലേ നിങ്ങൾ? എന്റെ റബ്ബെ, ഒന്നായിട്ട് തേനീച്ച പൊതിയും പോലെ പൊതിഞ്ഞാളും അല്ലേ? എന്നാ നല്ലവരായ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, നല്ലവരായ മുതലാളിമാരുണ്ട്, ഒട്ടും അഹങ്കാരമില്ലാത്ത അല്ലേ? മൻ ദഖല ഫീ ഖൽബിഹി മിസ്കാല ദർറത്തി മിനൽ കിബ്രി ലാ യദ്ഖുലുൽ ജന്ന. അണു അളവ് അഹങ്കാരമുണ്ടായ സ്വർഗ്ഗത്തിൽ അല്ലാഹു കയറ്റൂല. അപ്പൊ നമ്മളുടെ കാര്യം തീരുമാനമായി. നമ്മളൊരു നല്ല വാച്ച് വാങ്ങിയാൽ മതി, വേറൊന്നും വേണ്ട. അഹങ്കാരം വരും. വേണ്ട, ഒരു മകന്റെ കല്യാണം നിശ്ചയിച്ചാൽ മതി, കുറച്ച് വലിയ തറവാട്ടിൽ നിന്നാണ്, കുറച്ച് പൈസകളോടുന്നാന്നൊക്കെ കണ്ടാൽ തന്നെ ഒരു അഹങ്കാരം വരും അല്ലേ? അല്ലേ? എന്തിനധികം പറഞ്ഞൊരു കണ്ണട വാങ്ങിയാൽ മതി, വേറെ വേണ്ട. കണ്ണട, ഇപ്പൊ കണ്ണടന്റെ മുകളിലൊക്കെ അഹങ്കാരമുണ്ട്. എന്നിട്ടിങ്ങനെ കയറിട്ട് കെട്ടിയിട്ടുണ്ടാവും, മൂക്കയറിട്ടിയായി കേട്ടോ. എന്താ കാരണം? അങ്ങനെ എന്നാലാണ് എന്തുണ്ടാകുക? മൂപ്പരാകെ മുഖം നന്നാക്കിയത് കണ്ണടമല, അല്ലാതെ ശാരീരികമായ ഒരു യോഗ്യതയില്ല, മാനസികമായ യോഗ്യതകളുമില്ല. കണ്ണടന്റെ മുകളിലുള്ള യോഗ്യത അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാത്തിന്റെ മുകളിലും അഹങ്കാരം ഉണ്ടാവും. അപ്പൊ അതും എന്താണ്? 3 വിഭാഗം ആളുകൾക്ക് എന്തില്ല? അള്ളാന്റെ മാപ്പില്ല, അള്ളാന്റെ നോട്ടമില്ല, അള്ളാന്റെ സംസ്കരണമില്ല, അള്ളാഹു സംസാരിക്കൂല അല്ലെ? ഇനി റസൂല പറയാം, വൽ ആക്കുലി വാൽദൈ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, ഓൽക്കും അള്ളാഹു നോക്കൂല. മാതാപിതാക്കൾ ജീവിച്ചിരുന്ന നാളിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് തരൂല. എല്ലാ തെറ്റും മാപ്പ് കൊടുക്കാന്ന് പറയും നബിയെന്ന കുറെ അല്ലെ? യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാന്റെ കാരുണ്യം മുറിഞ്ഞു പോവില്ല, പക്ഷെ മുറിഞ്ഞവരാണിത്. ആര്? മാതാപിതാക്കളെ വേദനിപ്പിക്കുക പറഞ്ഞാല് ഒലക്കെടുത്ത് അടിക്കാന്നല്ല കേട്ടോ. ചിലപ്പോ നിങ്ങളും നിങ്ങളെ ഭാര്യയും കൂടിയും ഭക്ഷണം കഴിക്കാൻ പോവുക, ഉമ്മനെ കൂട്ടാണ്ട്, ഉമ്മക്ക് സങ്കടാവും. അത് മതി. നിങ്ങളെന്താ പറയുക? ഞാൻ ചെയ്തില്ലല്ലോ. എന്നിട്ടോ നിങ്ങൾ ഉമ്മക്ക് പാർസല്
ഏത് വലിയ മുന്തിയ മോന് താന മോനാവും തിന്നിട്ട് വരിക. വലിയ മുന്തിയ മോനാണ് നമ്മൾ വിചാരിക്കുന്ന ആള് കേട്ടോ. കാരണം എന്താ, ഉമ്മനൊന്നും പുറത്തുണ്ടാകാൻ പറ്റില്ല, കാണാൻ ചൊറുക്കില്ല, ഭംഗിയൊക്കെ പോയിക്കുന്നു. നമുക്ക് ഉമ്മാന്ന് വിളിക്കാൻ വരെ മടിയാ. എത്രയോ കോളേജ് കുമാരന്മാരുണ്ട്, മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞാല് സ്വന്തം അമ്മനെയും ബാപ്പയൊന്നും കൊണ്ടുവരാ. ഓരോ അതിന് പറ്റാവുന്ന ആളുകളുണ്ട് ഇവിടെ, വാടകയ്ക്ക് പോണ മാതാപിതാക്കൾ കോളേജിലൊക്കെ അല്ലേ. അത്ര അഹങ്കാരികളാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അല്ല വിടൂല കേട്ടോ. വേദനിപ്പിച്ചവരുണ്ടെങ്കിലേ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ ചെയ്യേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറും. മറക്കണ്ട. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ഉമ്മനോടും ബാപ്പനോടും പോയി മാപ്പ് പറയണം. ചെയ്തു പോയിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹിനോട് പറയണം. എന്ത്? പരലോകത്ത് അള്ളാഹു എന്നെ ശിക്ഷിക്കാതിരിക്കാൻ എൻ്റെ ഉമ്മ റെക്കമെൻഡ് ചെയ്യണം. അതിന് നമുക്ക് എന്തുണ്ടാവില്ല, അഹങ്കാരം സമ്മതിക്കൂല അല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, റബ്ബ് തൃപ്തിപ്പെടണമെങ്കിൽ റിലൽ വാൽദൈൻ മാതാപിതാക്കൾ തൃപ്തിപ്പെടണം, അല്ലാണ്ട് തൃപ്തിപ്പെടൂല. നിങ്ങളല്ല തൃപ്തിപ്പെടണമെങ്കിലേ ഉമ്മയും ബാപ്പയും തൃപ്തിപ്പെടണം. സുഹ്തുർ റബ്ബിന്റെ കോപോ, സുഹ്തുൽ വാൽദൈൻ മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ, നിങ്ങളോട് കോപമാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് കോപിക്കും, മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളെയും അള്ളാഹു മാപ്പ് നൽകൂല, അവരുടെ കാര്യം ശ്രദ്ധിക്കൂല, അവരോട് സംസാരിക്കൂല. പിന്നെ റസൂല പറയാം, മർഅത്തുൽ മുത്തറജ്ജില. അടുത്ത് അള്ളാഹ് സംസാരിക്കാത്ത അടുത്ത ആള് മർഅത്തുൽ മുത്തറജ്ജില പറഞ്ഞ ആരാ അറിയോ? പുരുഷ വേഷം കെട്ടുന്ന പെണ്ണ്. ഇതിപ്പോ നിറഞ്ഞെടുക്കുക അല്ലേ. പുരുഷന്മാരുടെ വസ്ത്രധാരണല്ല ഇപ്പൊ പെൺകുട്ടിക്ക്, പാന്റും വല്യാപ്പന്റെ കുപ്പായും. പുരുഷവേഷം ഏത്? എന്നാൽ എന്താ പറഞ്ഞു പറയാം, അവിടത്ത് നല്ല മറിയുണ്ട്. അവിടത്ത് നല്ല മറിയല്ലോ, പെണ്ണിന് വേറെ വേഷമാണ്, ആണിന് വേറെ വേഷം അല്ലേ. അതുപോലെ ആൺവേഷം കെട്ടുന്ന, പെൺവേഷം കെട്ടുന്ന ആണ് അതാരാ? കാതുത്തുക, കൈമിൽ വളടുക, കഴുത്തില് മാല ധരിക്കുക, അതൊക്കെ പെൺവേഷം ധരിക്കുന്ന ആണാ. ഓരോടൊന്നും നല്ല സംസാരിക്കൂല. പക്ഷെ നിങ്ങളെ വിചാരം അറിയാം, നിങ്ങൾ ജിമ്മിൽ പോണോലാണ് അല്ല പേടിക്കുന്നത്. ഒരു സ്റ്റീലിന്റെ വളണ്ട്, അതിട്ട് കുലുക്കി നടക്കുക. ഇതൊക്കെ ചെയ്യണോലിപ്പോ ഇവിടെ ഉണ്ടായിണ്ടല്ലോ. ജുമാ കഴിഞ്ഞാൽ ഓലിക്ക എന്നെ കാണുമ്പോ ഉണ്ടാകണ ഒരു സംതൃപ്തി ഉണ്ട്. ഞാൻ സംതൃപ്തി എന്നാ പറഞ്ഞത്, ഞാൻ ഓപ്പോസിറ്റാ പറഞ്ഞത്. വേണമെങ്കിൽ എന്താന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കാരണം എന്താ അറിയോ, അതൊന്നും അങ്ങനത്തെ ടൈപ്പൊന്നും ഇവിടെ പള്ളിയിൽ വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പള്ളിയിൽ വരാൻ സാധ്യമല്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ ഓപ്പൺ സ്റ്റേജാ, കൽബും ഓപ്പണാ അല്ലേ. ആരുടെയും കൽബ് അടച്ചു വെച്ചല്ല. അതുകൊണ്ട് അൽ മർഅത്തുൽ മുത്തറജ്ജില, അവരോടും സംസാരിക്കും. ഇനി അടുത്ത ആള് ദയ്യൂസ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ദയ്യൂസ് അല്ല സംസാരിക്കാത്ത, അല്ല നോക്കാത്ത, അള്ളാഹു മാപ്പ് നൽകാത്ത ആള് ദയ്യൂസ്. അതാരാ അറിയോ? മോശപ്പെട്ട ഗൃഹനാഥൻ. മോശപ്പെട്ട ഗൃഹനാഥൻ എന്നുള്ളതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച എന്താ അറിയോ? വീട്ടിൽ സ്വന്തം ഭാര്യയും മക്കളും വഴിവിട്ട് യാത്ര ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുക, അങ്ങനത്തെ ഗൃഹനാഥന്മാർ. അതാണ് ദയ്യൂസ്. ഓനോടും അല്ല സംസാരിക്കൂല. ചിലരൊക്കെ ഞാനിഞ്ഞി പറഞ്ഞിട്ട് എത്ര കാലം പറഞ്ഞു, മക്കളൊക്കെ കേടുവന്ന് പോവുക, ഒന്നും പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല, ദയ്യൂസ് ആവും കേട്ടോ. ദയ്യൂസ്. അതുകൊണ്ട് അത്തരം ആളോടും അള്ളാഹു സംസാരിക്കൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്തരം എല്ലാത്തരം അപാകതകളും തിരുത്തിക്കൊണ്ട് റബ്ബിലേക്കുള്ള യാത്ര മനോഹരമായി നടത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മുഖം തരാത്ത, അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു മാപ്പ് നൽകി സ്വർഗത്തിലെത്തിക്കാത്ത മറ്റൊരു വിഭാഗം ആളാണ് റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്. ആരാ അറിയോ? അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹമാണ് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹദീസ്. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. ഫഖറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മിറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. സലാസ മിറാർ. വിഷയത്തിന്റെ ഗൗരവം സഹാബത്തിന് പഠിക്കാൻ. ഫഖാല അബൂദർ, അങ്ങനെ പറഞ്ഞപ്പോൾ അബൂദർ പറഞ്ഞു, ഹാബു വ ഖസിറു, അവർ പരാജയപ്പെട്ടുവല്ലോ പ്രവാചകരെ. അവർ ഈ 2 ലോകവും നഷ്ടപ്പെട്ടവരാണല്ലോ. അല്ല സംസാരിക്കാത്തവർ, അല്ല നോക്കാത്തവർ, അള്ളാഹു
മാപ്പ് നൽകി സ്വർഗ്ഗത്ത് കൊണ്ടുപോകാത്തവർ പരാജയപ്പെട്ടവരും രണ്ടു ലോകവും നഷ്ടപ്പെട്ടവരാണല്ലോ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു. എന്നിട്ട് അബൂദർ ചോദിച്ചു റസൂലിനോട്, മൻഹും, അവരാണ്, ആരാണ് റസൂലെ? യാ റസൂലല്ലാഹ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലെ അവര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് അൽ മുസ്ബിൽ, ഒന്ന്, മൂന്നാളാ. അൽ മുസ്ബിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രം നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടു കൂടി വലിച്ചഴിച്ച് നടക്കുന്നവർ. വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചഴിച്ച് നടക്കുക. അത് തുണിയാവാം, പാൻ്റാവാം, ഓരോട് അല്ലാഹു സംസാരിക്കില്ല. അപ്പൊ ഏകദേശം ഒരു 80% ആളുകളുടെ കാര്യം തീരുമാനമായി അല്ലേ? ചിലര് പല കാരണങ്ങളാലും അത് ഉണ്ടാവാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് പറഞ്ഞു, എന്ത് ഈ ഹദീസ് പറഞ്ഞപ്പോൾ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസാരി യസ്തർഹ ഇല്ലാ നതാഹദു. അബൂബക്കർ സിദ്ദീഖ് നബിയോട് പറഞ്ഞു, നബിയെ, എന്റെ വസ്ത്രം ബോധപൂർവമല്ലാണ്ട് ചെൽപ്പത്താവാറ്. നിര്യാണിക്ക് താഴെ ആരുത്? അബൂബക്കർ സിദ്ദീഖിന്റെ. അബൂബക്കർ സിദ്ദീഖ് ആരാ? അഫ്ളലുർ റജുൽ ബഅദൽ അംബിയാ, അംബിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും അഫ്ളലായ പുരുഷൻ ആരാ? ആ അബൂബക്കർ സിദ്ദീഖിനാണ് പറയുന്നത്, എന്റെ വസ്ത്രം ചിലപ്പം ബോധപൂർവമല്ലാതെ താവാറുണ്ട്. ഫഖാല ലഹു റസൂൽ, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇന്നക ലസ്ത മിമ്മൻ യഫ്അലുഹു ഖയല, താങ്കൾ അഹങ്കാരത്തോടുകൂടി വലിച്ചയക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് നിങ്ങളെ കാര്യത്തിൽ അപ്പൊ എന്തായാലും വിട്ടുവീഴ്ച ആർക്കുള്ളൂ? നിര്യാണിക്ക് താഴെ വസ്ത്രം അഹങ്കാരപൂർവ്വം ബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നോക്കൂല, മാപ്പും തരൂല. ഇതൊന്നും നമ്മൾ ശ്രദ്ധപ്പെടാണ്ട് പോകും അല്ലേ? ഇവിടൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ മക്കളെ അങ്ങനെ ധരിക്കുകയാണെങ്കിൽ നമ്മൾ വിടൂല, നമ്മൾ പറയില്ല. എന്താ ഓൽക്കിപ്പോ എന്താ വേണ്ടി? നിര്യാന്റെ താഴെപ്പോ കുറച്ച് വസ്ത്രം താണാ എന്താ ഉണ്ടാകുക? ഓന് നല്ല വിദ്യാഭ്യാസം ഉള്ളവനാന്ന് തോന്നുന്നു അല്ലേ? മുകളിൽ കയറിയാലോ ജാഹിലാന്ന് തോന്നുന്നു, പടുജാഹിലാണ് അല്ലെ? ഓഫീസിലൊക്കെ ചെന്നാലേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നിലവാരമില്ലാത്ത മാതിരിയാണ് അല്ലെ ഇസ്ലാമിക വസ്ത്രം ധരിച്ചാൽ. എന്നാൽ ഈ വിഷയം പറഞ്ഞപ്പോ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, പെണ്ണുങ്ങളുടെ കാര്യമാണല്ലോ പറയാ. അപ്പോ ഉമ്മു സലമ നബിയോട് ചോദിച്ചു, ഫൽ മർഅത്തു യാ റസൂലല്ലാഹ്, അപ്പൊ സ്ത്രീകളുടെ കാര്യം എങ്ങനെയാ റസൂലേ? ഓൽത് നിര്യാന്റെ താഴെ ഉണ്ടാവുമല്ലോ, പറഞ്ഞല്ലേ ഉണ്ടാവില്ലേ? അതാ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങളെ കാര്യം എന്താ റസൂലെ? അപ്പൊ റസൂല പറയാ, തുർഹ ശിബറൻ, അവർക്ക് നിര്യാന്റെ മുകളിൽ നിന്ന് ഒരു ചാൺ താഴാം, ഓരോ ഫർദ നിര്യാന്റെ മുകളിൽ. അപ്പൊ ഫക്കാലത്ത്, അപ്പോ വീണ്ടും ഉമ്മു സലമ നബിയോട് പറഞ്ഞു, ഇതൻ തൊൻകശിഫു അൻഹ, എന്നിട്ടും അവരുടെ ശരീരത്തിന്റെ ഭാഗം പുറത്ത് കാണണമെങ്കിൽ, ശരീരത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ കാല്, ഈ കാല്, പെണ്ണുകുട്ടികളെ കാല് പുറത്തേക്ക് കാണുക എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അതും അപകടമാണ്. ഏത് അപ്പൊ എല്ലാവരുടെ മറ്റേ പാൻറ്റും ഇപ്പൊ മുകളിലാ, മൊലിയന്മാരെക്കാളും നമ്മളെക്കാൾ കടുപ്പത്തിലാണ് പെൺകുട്ടികളുടെ അല്ലേ? നിര്യാന്റെയും കണങ്കാലിന്റെയും മുകളിലാണോ വലുത്? ഓലെ കാൽമേൽ എത്ര രോമുണ്ടെന്ന് ബേക്കിലുള്ളവർക്ക് അറിയാം, അത്ര ആ കോലത്തിലാ അല്ലേ? ഓലും പള്ളിയിൽ പോവും, ഓലും ഉംറക്ക് പോവും, ഓല് ഹജ്ജിന് പോവും, ഓല് നിസ്കരിക്കാൻ ഉണ്ടാവും, ഓല് ജുമാക്ക് ഉണ്ടാവും. കാര്യമില്ല, അപകടമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയോട്, എന്നിട്ടും നബിയെ നമ്മളുടെ ഔറത്ത് പുറത്ത് കാണുകയാണെങ്കിലോ ശരീരം? കാല, നബി പറഞ്ഞു, ഫദിറാൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു മുഴം, നിര്യാണിയിൽ നിന്ന് ഒരു മുഴം നിങ്ങളുടെ വസ്ത്രം താവാം. ലാ തസീദ്, അതിൽ കൂടാൻ പാടില്ല. ലേഡീസിന് അതിൽ കൂടാൻ പാടില്ല. ഒരു മുഴം താവാം. ഒരു മുഴം താന്നിട്ടും പോലെ ശരീരഭാഗം പുറത്ത് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ, പക്ഷെ അത് നിവൃത്തിയില്ലാത്ത അതുവരെ പാടുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അടുത്തതായി പറഞ്ഞ് സംസാരിക്കാത്ത വേറെ ആൾക്കും ഉണ്ട്. അത് കൂടി പറഞ്ഞു നിർത്താം അല്ലേ? സമയമില്ല, ഒരുപാട് പറയാനുണ്ട്. അടുത്ത ആള് മന്നാൻ. അത് ഒരുവിധ ആൾക്കാർ പെടും. മന്നാൻ എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? മന്നാൻ ചിലർ കുട്ടിയൊക്കെ വീടുണ്ട് മന്നാൻ. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങള് സദക്ക കൊടുത്ത് എടുത്ത് പറയണമെന്ന്. ഓന്റെ പേരാ ഏത്? സാധുക്കൾക്ക് സദക്ക കൊടുക്കുക, എന്നിട്ട് വിളിച്ചു പറയാം.
അനക്ക് അത് തന്നില്ലേ, അനക്ക് ഇത് തന്നില്ലേ, അല്ലേ? ഇവനൊക്കെ നമ്മളെ ബാപ്പന്റെ അടുത്തൊന്നും, ബാപ്പന്റെ ബാപ്പ നമ്മളെ കുടുംബപരമായി പോറ്റിയത്, നമ്മൾ പോറ്റിയതാ, അങ്ങനെയൊക്കെ പറയല്ലേ ചില ആൾക്കാർ പൊമ്പത്തരം. ഓനെ അല്ലാഹ് നോക്കൂല, മന്നാൻ കേട്ടോ. ഖുർആൻ അതാ പറഞ്ഞ, യാ അയ്യുഹൽ നാമനു, വിശ്വസിച്ചവരെ, ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽമന്നി വല്ലദാ, നിങ്ങൾ മന്നാനായി എടുത്തു പറഞ്ഞുകൊണ്ടും ആ കൊടുത്തതിന്റെ പേരിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മം നശിപ്പിക്കരുത്, ഇല്ലാണ്ടാക്കരുത്. അങ്ങനെ ചിലവര് സദഖ കൊടുക്കും, എന്നിട്ട് ആ സദഖ കൊടുക്കാനോട് പറയും ഈ അയക്കോറെന്ന് പറയെ കൊണ്ടേ വിട്ടാള്, അതോടെ എന്റെ പണി കഴിഞ്ഞു. ഇപ്പം കൊടുക്കാണ്ടൊക്കെ നിവൃത്തിയില്ല. ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ 100 റുപ്യ, അപ്പൊ തന്നെ പോക്കി ഉണ്ടാ. ഓൻകാരി അപ്പനെ വിളിച്ചാൽ കിട്ടുന്നു ആ 100 റുപ്യ വാങ്ങി തന്നെ കേട്ടോ. ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽമന്നി വല്ലദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ആണ് അവൻ പണം ചെലവഴിക്കുന്നത്. ഓൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അള്ളാഹ് അന്നല്ലേ പറയും, ലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച് കൊടുക്കുകയല്ല കേട്ടോ. ഓനോടും അള്ളാഹു സംസാരിക്കൂല. അപ്പോ ഇത്തരം ആളുകളാകാതെ നേരത്തെ തന്നെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ശ്രദ്ധയോടെ ജീവിച്ച് മരണപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര പോകാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫഅല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മൾ മാപ്പ് ചോദിക്കുമ്പോൾ മാപ്പ് നൽകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും പാപങ്ങളും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.